ഹലോ ഫ്രണ്ട്സ്, വർക്കൗട്ട് ഈറ്റ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീലങ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. ഈ റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഒരു നാഷണൽ പാർക്കാണ്, സിഗിരിയ നാഷണൽ പാർക്ക്. സിഗിരിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ശ്രീലങ്കയിലെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള സിഗിരിയ അഥവാ ലയൺ റോക്ക്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ സിഗിരിയ അറിയപ്പെടുന്നത് രാവണ കോട്ട എന്നാണ്. അതായത് രാവണൻ്റെ കൊട്ടാരമായിട്ടാണ് സിഗിരിയ അറിയപ്പെടുന്നത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്നതൊക്കെ ഇവിടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സിഗിരിയയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രീലങ്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സിഗിരിയ. അപ്പോൾ നമ്മൾക്ക് ആദ്യം പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വന്നതിന് എന്നുള്ളതിന് ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുക. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. 3500 ശ്രീലങ്കൻ റുപ്പീസാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് മാത്രമേ ഈ ഒരു ഡിസ്കൗണ്ട് ഉള്ളൂ, മറ്റുള്ളവർക്ക് ഇതിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രീലങ്കയിൽ എവിടെയും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കയ്യിൽ പിടിക്കുക. ഇവിടെ ഒരുപാട് പട്ടികളും കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വരുമ്പോഴെല്ലാവരും സൂക്ഷിക്കുക. നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് തൊട്ട് മുന്നിൽ തന്നെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഒരുപാട് ബാത്റൂമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലേഡീസിനായാലും ജെൻസിനായാലും ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാകാറില്ല. അത് പലർക്കും ബുദ്ധിമുട്ടായി വരാറുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് സിഗിരിയയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ഗൈഡിനെ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. 2000 ശ്രീലങ്കൻ റുപ്പീസാണ് അയാൾക്ക് നമ്മൾ പേ ചെയ്യേണ്ടത്. അതായത് ഏകദേശം ഒരു 750 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരു ഗൈഡിനെ കൂടെ കൂട്ടുന്നത് നല്ലതായിരിക്കും. കാരണം സിഗിരിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനുണ്ട്. നമ്മൾ ജസ്റ്റ് പോയിട്ട് വിസിറ്റ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനുണ്ട്. They have a outer canal behind that wall, which is not excavated here. So originally these fortress come from rampart. So outer canal with the outer rampart, inner canal and the inner rampart. And enter from, it was a drawbridge. Enter from drawbridge like a British castle, because this is the very well protected. The guy who built this castle, he came here after killed his father. So this king's name Kashyapa. King Kashyapa killed his father at Anuradhapura, which is the first kingdom of Sri Lanka. Then he came here and he built palace top of the rock because he want to escape from his younger brother. He know well one day his younger brother going to kill him. That's why he built everything on the top to protection himself. ഇതാണ് സിഗിരിയയിലെ ഇന്നർ കനാൽ. ഔട്ടർ കനാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, അത് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഈ ഇന്നർ കനാലിലെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രിഡ്ജായിരുന്നു. കാരണം ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റാം. അതുപോലെ തന്നെ ഈ ഒരു കനാലിൽ ഒരുപാട് മുതലകൾ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഇത് നിർമ്മിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കശ്യപ് എന്ന ഒരു രാജാവ് അയാളുടെ അച്ഛനെ കൊന്നിട്ട് അയാളുടെ അനിയനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിഗിരിയ ഇവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. അപ്പോൾ കശ്യപ് രാജാവിന് ഉറപ്പായിരുന്നു ഒരു ദിവസം തൻ്റെ അനിയൻ തന്നെ കൊല്ലാൻ വരുമെന്നും. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചതെന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ മറ്റൊരു കഥ എന്ന് പറയുന്നത് കശ്യപ് രാജാവും അദ്ദേഹത്തിൻ്റെ 500ഓളം വരുന്ന ഭാര്യമാർക്ക് താമസിക്കാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ഒരു കൊട്ടാരം എന്നൊരു കഥയും കൂടെയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കൊട്ടാരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. System. Right, same thing on your left hand side, but your left hand side you can't see anything because it's all underground. One day UNESCO might excavated left side, it's going to be similar to this. They already identical, there is a similar thing. Right hand side and left hand side you get same thing. On the right side, from the UNESCO people, they dug out and they found so many water ponds around there and 2 summer houses as well. So at the time of the king, around that summer house fill the water on the marble floors. Just keep it cool, right? Okay. And in the water garden area, when you walk gradually a bit further, there I have a 4 swimming pool.
and the small lily pond with the natural water spring. There are some water fountains. We will see them on the way. ഈ ഒരു സ്ഥലത്താണ് പണ്ട് രാജാവ് വെള്ളം ശേഖരിച്ചു വെച്ചത്. അതുപോലെ തന്നെ ഒരുപാട് കുളങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത്. ഇവിടെയാണ് രാജാവിൻ്റെ സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നതും. ഈ കാണുന്ന മണ്ണിൻ്റെ അടിയിലും അതേപോലെയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. കൂടാതെ ഈ വെള്ളമൊക്കെ ശേഖരിക്കുന്നത് മാർബിൾ കൊണ്ടുണ്ടാക്കിയ കുളങ്ങളിലാണ്. കാരണം ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവിടെ കണ്ടെത്താനുണ്ട്. The bathing pond, right? There I have a 4 bathing pond, 2 your right side and 2 more your left side. So as I told you, UNESCO already excavated your right hand side, left hand side all underneath, but everything's very symmetrical. So because of the 4 bathing pond, this king Kashyapa, he had a 500 concubines, 500 wives. So lucky man. So that's why he may need to have a many more swimming pools, not enough one for everyone. There's a crocodile. One came up. There's a crocodile, smaller. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ചെറിയ മുതലക്കുട്ടിയെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടല്ലോ, ഈ ഒരു സൈഡിൽ 2 കുളമാണുള്ളത്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് 2 കുളമാണുള്ളത്. പക്ഷേ അത് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ല. അവിടെ കുഴിച്ചു നോക്കിയാൽ ഇതേപോലെയുള്ള കുളമായിരിക്കും ഉണ്ടാവുക. അതായത് 2 സൈഡ് ഒരേപോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ രാജാവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 500ഓളം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുളം ഉണ്ടാക്കിയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇവിടെ സിഗിരിയയുടെ ഒരു സൈഡ് മാത്രമേ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റൊരു സൈഡ് ഇപ്പോഴും ഭൂമിക്കടിയിലാണുള്ളത്. Yes, because this is our tourist season. So you cannot have a picture only yourself with the rock. So you are all lucky. നമ്മുടെ ഗൈഡ് പറയുന്നത് നമ്മൾ ഭയങ്കര ലക്കിയാണെന്നാണ്. കാരണം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് സിഗിരിയയുടെ പീക്ക് ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആ പാറയുടെ മുന്നിൽ നിന്ന് ഒറ്റയ്ക്കൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ പോയപ്പോഴും ഞങ്ങളാകെ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പിന്നെ ഗൈഡും. ഇവിടെ നോക്കിയാൽ ഒരു സൈഡിൽ കുളവും മറ്റേ സൈഡിലെ കുളം ഭൂമിക്കടിയിലുമാണ്. ഇനി ചിലപ്പോൾ ഇനി ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവരതൊക്കെ ഡിസ്കവർ ചെയ്തെന്ന് വരാം. അപ്പോൾ ഇതാണ് സിഗിരിയ അല്ലെങ്കിൽ ലയൺ റോക്ക്. പണ്ട് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു പാറക്കെട്ട് ഉണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ താണ്ടെ നമുക്കൊരു മയിലിനെ കാണാം കേട്ടോ. ഇവിടെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ട്. മയിൽ, കുരങ്ങൻ, അങ്ങനെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു കാടിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് ഈ ഒരു പാറക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 370 മീറ്ററോളം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാറയുടെ ഉയരം എന്ന് പറയുന്നത് 150 മീറ്ററോളമാണ് ഈ പാറയുടെ ഉയരം. This is that lily pond I told you. In the king's period, it was filled with lotus flower and water lily, just for decoration, just for. ഇതാണ് ലില്ലി പോണ്ട്. രാജാവിൻ്റെ ടൈമിൽ ഇതിൽ ഒരുപാട് താമരകളും ലില്ലി ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Fountain just naturally bubbling. Come over here. See the very tiny holes here. This is a natural water spring, natural water fountain from the pressure of the mountain. Water coming from up there to all the way down here through the terracotta clay pipes. Water coming, and then under big pressure, water just naturally comes up as a fountain, and then water flowing down to that lily pond, and it goes to the swimming pool and to the water garden, to the inner canal and to the outer canal. See how clever during that period, huh? It's years and years before. ഇത്രയും വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടേഷൻ നിർമ്മിച്ചത്. അപ്പോൾ 4 വാട്ടർ ഫൗണ്ടേഷനാണ് ഇവിടെയുള്ളത്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളമൊക്കെ ഇങ്ങനെ ഓരോരോ ഘട്ടമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ലാസ്റ്റാണ് ഔട്ടർ കനാലിലേക്ക് എത്തുന്നത്. സിഗിരിയ ഇല്ലെങ്കിൽ ലയൺ റോക്ക്, ആ ഒരു പേര് വരാൻ കാരണം സിഗിരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഹഗിരി എന്നായിരുന്നു. അതായത് സിംഹം എന്ന് വെച്ചാൽ ലയൺ, ഗിരി എന്ന് വെച്ചാൽ റോക്ക്. അതാണ് ലയൺ റോക്ക് എന്നൊരു പേര് ഇതിന് വന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു സിംഹത്തിൻ്റെ രൂപമായിരുന്നു ഇതിന് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കാല് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു പോയി. അപ്പോൾ മുന്നേ ചിലപ്പോൾ ഒരു സിംഹത്തിൻ്റെ രൂപമായിരിക്കാം ഈ ഒരു പാറയ്ക്ക്. അതുകൊണ്ടായിരിക്കണം ഇതിന് സിംഹഗിരി ഇല്ലെങ്കിൽ സിഗിരിയ എന്നൊരു പേര് വന്നത്. അല്ലാതെ രാവണനുമായി ഈ ഒരു പാറയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഐതിഹ്യങ്ങളിൽ മാത്രമാണ് ഇത് രാവണ കോട്ട എന്ന് പറയുന്നത്. ഈ ഒരു വഴിയിലൂടെയാണ് പാറയുടെ മുകളിൽ നിന്ന് വെള്ളം പോകുന്നത്. എന്നിട്ടാണ് ലില്ലി പൗണ്ടിലും അതുപോലെ തന്നെ കുളത്തിലും അത് കഴിഞ്ഞ് ഇന്നർ കനാലിലൊക്കെ പോകുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇവരത് ചെയ്തു വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ കൊട്ടാരം നിർമ്മിച്ചു എന്ന് പറയുന്നത് കശ്യപ് രാജാവിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, അല്ലാതെ രാവണന് താമസിക്കാനോ രാവണൻ്റെ കൊട്ടാരമോ അല്ല ഇത്. മഴയുള്ള സമയത്ത് മാത്രമേ രാജാവ് പാറയുടെ മുകളിൽ താമസിക്കുള്ളൂ. കാരണം ആ ഒരു ടൈമിൽ മാത്രമേ അവിടത്തേക്ക് വെള്ളം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം കിട്ടുക എന്നുള്ളത് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ വേനൽക്കാലത്ത് രാജാവ് താഴെ വന്ന്, നിങ്ങൾക്ക് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കയറുന്ന അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയായിരുന്നു വേനൽക്കാലത്ത് താമസിക്കാറുള്ളത്. ഇത് മറ്റൊരു ലില്ലി പോണ്ടാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എൽ ഷേപ്പിലാണ്. ഇങ്ങനെ ഒരുപാട് പോണ്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് വാട്ടർ ഫൗണ്ടേഷനും ഒരുപാട് കുളങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. വളരെ മനോഹരമായിട്ടാണ് ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിപൊളി വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മലയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോഴൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ, അപ്പം മലയുടെ മുകളിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുക. പിന്നീടുള്ളത് ഒക്ടാഗണൽ പോണ്ടാണ്. അതായത് ഒക്ടാഗണൽ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളമാണ്. ഇതും ആ ഒരു ടൈമിൽ രാജാവിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ച ഒരു കുളമാണ് എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഒക്ടാഗണൽ ഷേപ്പിലാണ് ഈ ഒരു കുളമുള്ളത്. ഇത്ര നേരം നമ്മൾ കണ്ടത് വെള്ളത്തിൽ കൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങളായിരുന്നു അല്ലേ. ഇനി ഈ സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് റോക്ക് ഗാർഡനിലാണ്. അതായത് ഇനി മുതൽ കല്ലുകൾ കൊണ്ടും പാറകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പലതരം കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ടെ ആദ്യം വാട്ടർ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടല്ലോ ഇവിടെയൊക്കെ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പാറ കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇവിടെ നമുക്കാണ് ഒരുപാട് പാറകളുണ്ട്. അതൊക്കെ ഒരുപാട് രൂപത്തിൽ പണ്ട് കൊത്തിവെച്ചായിരിക്കും. പലതിനും എന്താ രൂപമാറ്റമൊക്കെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. Monastic area before King Kashyapa period, I mean 3rd century BC. This was a Buddhist monastery. Actually monks, they used to live in the caves over there. Can you see a natural cave? Nothing to see today in that caves. But in 5th century AD, when the King Kashyapa came here, he actually saw the monks. They are used to live in the caves. Therefore, he saw another big rock, build a temple, and then asked them to go. So monks very happy to have a temple rather than they live in the caves. They all went to the other place. Right? It is not very far from here, just like half an kilometers away. I will show you the rock. Where is it? And then when the King Kashyapa will took over these caves, all done some beautiful ladies' pictures. There we call Sigiriya, the ladies' paintings. There are some fresco paintings, but today you cannot see any picture here. Even there are some paintings left in the halfway point, but today it's Sunday, no? Yeah. Because especially with this the situation, they don't open the caves. But I will try to contact somebody and give you a chance to see the lady. Okay? I am not telling you 100% I will do it, but I give a try. Okay? To show you something, because in Sri Lanka you don't have a big wood carving factory right now, it's all closed. They do something at home and they bring here to sell in the people. This is like a book. You have any idea how to open? 1, 2, 3, 4. Try to open. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കുറേ നേരം ട്രൈ ചെയ്തു. പക്ഷേ ആർക്കും അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു പ്രത്യേക തരത്തിലാണ് ഇതിൻ്റെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് പിറകിലോട്ടേക്ക് തള്ളുക, മറ്റേത് അതുപോലെ തന്നെ ചെറുതായിട്ട് പിറകിലോട്ടേക്ക് തള്ളുക, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഒരു ടെക്നിക്കിലാണ് ഇവരതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾക്കെന്താ ചെറുതായിട്ടുള്ള ഓർണമെൻറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾക്ക് ഇതിലിട്ട് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് തന്നെ ചിലപ്പോഴെന്താ ആ ഒരു ടൈമിലെ ടെക്നോളജി ഇതൊക്കെ ഉപയോഗിച്ചായിരിക്കും. ആ ടൈമിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അവർ ഓരോരോ കാര്യങ്ങൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു ബോക്സ് ആയിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളേതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങളേതായാലും ഒരു വലിയ ബോക്സ് ഒരു ചെറിയ ബോക്സ് വാങ്ങി. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിലൊരു തല മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ആനയായും മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാളയായും നമുക്ക് തോന്നും. ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും.
ശ്രീലങ്കയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സഹായവും. കാരണം ഇപ്പോൾ കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ ഈ വന്ന ടൈമിൽ ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. ഇതിപ്പോൾ പീക്ക് ടൈമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1000-10,000 കണക്കിന് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഈ ഒരു ബോക്സ് ഉണ്ടാക്കുന്നത് തേക്ക്, മഹാഗണി, പുളി അങ്ങനെയുള്ള മരങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ പണ്ട് ബുദ്ധിസ്റ്റുകൾ താമസിച്ചു എന്ന് പറയുന്ന ഗുഹ. അപ്പോൾ കശ്യപ രാജാവ് ഇവിടെ വരുമ്പോൾ ബുദ്ധിസ്റ്റുകൾ ഈ ഗുഹയിലായിരുന്നു താമസിച്ചത്. എന്നിട്ട് അവർക്ക് പ്രത്യേകമായ ഒരു ടെമ്പിള് പണിത് അവരേക്ക് അവിടെ മാറ്റുകയും രാജാവ് ഇവിടെ കൊട്ടാരം പണിതു എന്നുമാണ് ചരിത്രത്തിൽ പറയുന്നത്. Caves where the monks were in 3rd century BC, before king period. But I told you in 5 AD when the king arrived to Sigiriya, so he built a temple for them and asked them to go. So monks very happy to have a temple rather than they live in the caves. They were living here? In the caves, yes. Inside the cave? Inside, yes. Because there were 23 caves around this area. Some more caves they didn't found it yet. But they believe there are 23 of them, right? And I told you in the king's day, they took some idea to paint every cave. Can you see the white color patch on the rock? After they paint it on. And you have any idea how they will protect these paintings from the raining period? Can you see that line around the rock? So that is a drip line. Drip ledge. When it's raining, water just drips off, so water can't go in. See how clever people 1600 years ago. So you cannot see any picture with any caves down here. I am going to give my best try to show you that paintings. 23ഓളം ഗുഹകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ പലതും ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് പാറക്കല്ലുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരുപാട് പാറക്കല്ലുകൾ ചിലപ്പോൾ ഒരുപാട് രൂപങ്ങളായിരിക്കും, ഇതിൽ ഒരുപാട് ഗുഹകൾ ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ. കാരണം അത്രയും വർഷങ്ങൾ പഴക്കമുള്ള സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ രാജാവ് വരുന്നതിന് മുന്നേ ഇവിടെ ബുദ്ധിസ്റ്റുകളുടെ സ്ഥലമായിരുന്നു, അവർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ രാജാവ് വന്നിട്ട് കൊട്ടാരം നിർമ്മിക്കുമ്പോഴാണ് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഈ കാണുന്ന പാറകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. കാരണം അയാൾ പറഞ്ഞതുപോലെ എല്ലാ പാറയിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മഴയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. Natural boulder arch. Natural arch. Boulder mean the rock. So this is natural rock arch number 1. When you come down, I can show you same beautiful arch at the other entrance, because you are going back that way. അപ്പോൾ ഇവിടെ 2 പാറകൾ കൂട്ടിമുട്ടി ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആർച്ച് നമ്മൾ കാണാം. അതുപോലെ തന്നെ 2 കേവും പാറയുടെ അടിയിലുണ്ട്. ഇവിടെയും ബുദ്ധിസ്റ്റുകൾ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാറയിൽ നിങ്ങൾക്ക് ആ കട്ട് ചെയ്ത് കാണാം. കാരണം ഇവിടെയും അതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, മഴയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാറക്കൊരു കട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേവിലായിരുന്നു പണ്ട് ബുദ്ധിസ്റ്റുകൾ താമസിച്ചിരുന്നത്. ഇതേപോലെ പാറ കൊണ്ടുള്ള ഒരു നാച്ചുറൽ ആർച്ച് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു വഴിയായിരിക്കില്ല വരിക, മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചു വരിക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ സിഗിരിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന്. നമ്മളിപ്പോഴും നമ്മുടെ സിഗിരിയയുടെ ലയൺ റോക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. നമ്മൾ താഴെയുള്ള ആദ്യം വാട്ടർ ഫൗണ്ടേഷനും അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് റോക്ക് ഗാർഡൻ കണ്ടു. ഇനിയാണ് നമ്മൾ സിഗിരിയ പാറയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലയൺ റോക്ക് മുഴുവനായിട്ട് കാണാം. അത് കാണുമ്പോൾ തന്നെ ചങ്കുന്നൊരിടിപ്പാണ്, ഇത്രയും മുകളിലേക്ക് കയറണ്ടേ എന്ന്. കാരണം ഇപ്പോൾ തന്നെ നല്ലപോലെ കഥയ്ക്കുന്നുണ്ട്. When the many people come, I might climbing 4 times in one day. Oh. So at the moment no one here, because with me working 120 guide. So everybody has to make a living. So we just sometimes take it turn. Yeah, and many guides don't come to work because if they come here, they don't have any tourists, so they just go back to home. Therefore, they don't come. Otherwise, I climbing 4 times in one day. 4 പ്രാവശ്യം ഈ മല കയറുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല. ഈ ഒരു ഹൈറ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്കൊന്ന് പിടയും. ഏതായാലും ഇത് കയറിയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ നിങ്ങൾ സിഗിരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കയ്യിൽ വെള്ളമൊക്കെ കരുതുക. കാരണം ഈ ഇത്രയും ഹൈറ്റിൽ നടന്ന് കയറുക എന്ന് വെച്ചിട്ടുള്ള ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോഴിടയ്ക്ക് ക്ഷീണിക്കുമ്പോഴും കിതയ്ക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും.
അങ്ങനെ ഞങ്ങളെല്ലാവരും സിഗിരിയയുടെ ടോപ്പിലേക്ക് കയറാനുള്ള പ്രയത്നത്തിലാണ്. ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. ഏകദേശം 1200ഓളം സ്റ്റെപ്പ് കയറാനുണ്ട് എന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട്? Because he had to look after 500 girls. Who carry? The slaves. Even for his wife also. Yeah. Rock. So that is balancing rock. You just look under. Can you see those things will held up the big rock? At the time of the king, anyone come to attack, they can release that and kill them. But nobody came in to attack. That's why it's still there. So that is ancient catapult rock, catapult boulder. This. Okay. The watch house, soldiers waiting and looking if anyone coming. Because most of the enemies have to come from this direction, and that area no entrance around there. ഇതാണ് ബാലൻസിങ് റോക്ക്. ഇത് നോക്കിയാൽ മനസ്സിലായി കുറേ കല്ലുകളുടെ മുകളിലാണ് ഇത്രയും വലിയൊരു പാറക്കല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അപ്പോൾ ഇദ്ദേഹത്തിന് അനിയനെ ആക്രമിക്കാൻ വരാം ഒരു ദിവസം. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ്, അതിനൊരു പ്രതിരോധത്തിന് എന്ന നിലയിലായിരിക്കണം ഈ ഒരു പാറക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ടാവുക. ഇനിയും നമ്മൾക്ക് ഒരുപാട് കയറാനുണ്ട്. ഈ വഴിയൊക്കെ കയറിയിട്ട് വേണം അങ്ങ് മുകളിലെത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോഴും പകുതി പോലെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി അധികം ഇരുന്നാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കയറാം. മുകളിലേക്ക് കയറുന്നതോറും നല്ല പോലെ കഥയ്ക്കുന്നുണ്ടെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ്. നമ്മൾ വന്ന ആ വഴികൾ മൊത്തം കാണാം കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വാട്ടർ ഗാർഡനൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരുപാട് പടികളൊക്കെ കയറി അവസാനം ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ പകുതിയോളം എത്തി. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് കടന്നലുകളുടെ ശല്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ലയൺ റോക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ലയൺ റോക്ക് കാണാം. So this is the lion's pose. So 1600 years ago, it was a completely lion. There was a huge lion head, and people they go through into the lion's mouth. So, but today you can't see whole figure of lion because that lion head made out of clay bricks. Therefore, it's naturally collapsed. Only remain original lion's pose, right? So lion head is already gone, huh? 1600 വർഷങ്ങൾക്ക് മുന്നേ ഇത് മുഴുവനായിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ രൂപമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ആരും നശിപ്പിച്ചതൊന്നല്ല, കാറ്റിലും മഴയിലൊക്കെ ആയിട്ട് അത് നശിച്ചു പോയതായിരിക്കാം. ഇപ്പോൾ ഈ സിംഹത്തിൻ്റെ കാല് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പടികൾ കൂടെ കയറാം. കറക്കുന്നുണ്ടാ? കാണുന്നത് പോലെയും വിചാരിച്ച പോലെയും അത്ര എളുപ്പമുള്ള സംഭവമൊന്നുമല്ല ഈ പടികളൊക്കെ കയറുക എന്നുള്ളത്. ഞങ്ങളുടെ ഗൈഡ് വളരെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുറേ മാസം നാട്ടിൽ വന്ന് ചുമ്മാ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തടിയൊക്കെ വെച്ച് കംപ്ലീറ്റ് സ്റ്റാമിനയും പോയിട്ടുണ്ടായിരുന്നു. ഒരു 3/4 ഭാഗത്തോളം കയറിയപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനിയും ഒരു 1/4 ഭാഗത്തോളം കയറാനുണ്ട്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി പടികൾ കൂടി കയറാൻ വേണ്ടി തുടങ്ങി. ഈ കാണുന്ന പടികളൊക്കെ പീക്ക് ടൈമിൽ ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരാണ് ഉണ്ടാകുക. നമ്മൾക്ക് ഇത്ര സ്പീഡിൽ നടക്കാനും വേണ്ടി പറ്റില്ല. പതിയെ മാത്രമേ ഇതിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ച് നടന്നപ്പോൾ ഇതാ അനസ് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും റെസ്റ്റ് എടുക്കട്ടെ. ഇനി കുറച്ച് പടികളും കൂടെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കൊറോണയൊക്കെ കാരണം ഒരു ഉപകാരം ഉണ്ടായത്, ഒരാളുമില്ലാതെ നമ്മൾക്ക് എന്താ സിഗിരിയ ലയൺ റോക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങൾ 4 പേരും ഗൈഡും അടക്കം 5 പേരാണ് ഇപ്പോൾ ഈ ഒരു സിഗിരിയ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. I used to do it in the morning by 5:30. I had a good breakfast. 5:30 I am taking. What time you sleep? I am sleeping 10 o'clock. ഇറങ്ങുന്നതിനേക്കാൾ നല്ല പട്ടി വരെ വാങ്ങി നോക്ക്. നല്ല ഉറക്കം.
വെള്ളം വേണോ അതിന്? വെള്ളം കൊടുക്കണോ? ഈ ഒരു പടിയും ഇനി വേറൊരു പടിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾക്ക് മുകളിൽ പോയിട്ട് വിശ്രമിക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30-8 മണി ആവുന്നതേ ഉള്ളൂ. വെയിലൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഏതായാലും ഈ രാവിലെ ഇവിടെ പോകുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ വെയിലൊക്കെ വന്നിട്ടാകുമ്പോൾ വെയിലിൻ്റെ ആ ചൂടും ഇത് കയറാനുള്ള പാടും ഒക്കെ കൂടിയേ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു പടിയും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലയൺ റോക്കിൻ്റെ സിഗിരിയയുടെ ഏറ്റവും ടോപ്പിലെത്തും. ആ കാണുന്നതാണ് ഏറ്റവും അവസാനത്തെ പടി. Which is the first kingdom of Sri Lanka. Which one? That direction, that mountains behind. And look at that direction. After the Minneria Lake, direction of Polonnaruwa, which is the second kingdom. And that direction Kandy, by the hills behind the mountains. So now you are center of the cultural triangle. You are ശ്രീലങ്കയിലെ ഒരുപാട് കിങ്ഡം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് ഈ സിഗിരിയ ലയൺ റോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സിഗിരിയയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം. ഇവിടെ കാണുന്ന ഈ ബേസ്മെൻറ്റ് കല്ലുകളൊക്കെ മുന്നേ ഇവിടെ ഒരു കൊട്ടാരവും കോട്ടയും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പാറയുടെ മുകളിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്ഥലം യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റായി അവർ ഏറ്റെടുത്തിട്ടുള്ളതും. ഇപ്പോഴും ഇവിടുത്തെ പല കാര്യങ്ങളെപ്പറ്റിയും ഗവേഷണം നടത്തി വരികയാണ്. 19-ാം നൂറ്റാണ്ടിൽ ശ്രീലങ്ക ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ സിഗിരിയ ചരിത്രകാരന്മാരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമായിരുന്നു. 1853-ൽ പുരാവസ്തു ഗവേഷകരായ ആഡവും ബെയ്ലിയുമാണ് സിഗിരിയയുടെ ചരിത്രം പഠനവിധേയമാക്കിയത്. 1890-കളിൽ സിഗിരിയയിലെ അവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പഠനം ചെറിയ തോതിൽ തുടങ്ങുകയും ചെയ്തു. തുടർന്ന് HCP ബെൽ കൂടുതൽ വിശദമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. സിഗിരിയയിലേക്ക് വരുമ്പോൾ എൻട്രൻസിൽ തന്നെ നിങ്ങൾക്ക് ഒരാളുടെ പ്രതിമ കാണാം. അതാണ് HCP ബെൽ. ശ്രീലങ്കൻ സർക്കാർ 1982-ൽ തുടങ്ങിയ സാംസ്കാരിക ത്രികോണ പദ്ധതി സിഗിരിയയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി. സിഗിരിയയിലെ നഗരസമുച്ചയം മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾ ആദ്യമായി നടന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് സിഗിരിയയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴികളും എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിഗിരിയയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 4 സൈഡും മരങ്ങളും ഫുള്ള് പച്ചപ്പാണ്. അതായത് ഒരു കാടിൻ്റെ നടുവിൽ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു കുളമാണ്. ഈ കൊട്ടാരത്തിലെ ആവശ്യങ്ങൾക്കായി വെള്ളം ശേഖരിച്ചു വെച്ചത് ഈ ഒരു കുളത്തിലായിരുന്നു. ഇപ്പോഴും ഈ കുളത്തിൽ വെള്ളം ശേഖരിക്കാനുള്ള ശേഷിയുണ്ട്. എപ്പോഴും ഇതിൽ വെള്ളം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. So this is the king's throne, and there I have 5 terraces as a dancing hall. Every night he might want to watch the dancing from his 500 girl. They will come and dance for a king. This is where he sat and watched the dancing, like ancient nightclub of the king. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡാൻസിങ് ഹാള് എന്നാണ് പറയുന്നത്. അതായത് രാജാവിന് ഏകദേശം 500ഓളം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡാൻസ് കളിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. ഈ ഒരു ഇത് രാജാവിൻ്റെ സിംഹാസനമാണ്. ഇവിടെ ഇരുന്നിട്ടായിരിക്കണം രാജാവ് ഈ ഡാൻസൊക്കെ കാണുക. ഇവിടെ ഇരുന്ന് നോക്കിയാൽ ആ ഹാളിൻ്റെ മുഴുവനായിട്ടുള്ള ഇത് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു ഡാൻസിങ് ഹാൾ ആകാൻ തന്നെയാണ് സാധ്യത. Top of this palace 3.5 acres. 3.5 acres, about 1.5 hectares, and from here about 2 more story building,
2 more floors. So this is used to be the winter castle. But today only remaining foundation of the palace. Building just naturally collapsed. Nobody could destroy anything. അങ്ങനെ സിഗിരിയയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. സിഗിരിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ രാവണൻ്റെ കോട്ടയുമായി യാതൊരു ബന്ധവുമില്ല. ഇത് രാവണൻ്റെ കൊട്ടാരം പോലുമല്ല. ഇതിൻ്റെ ഐതിഹ്യങ്ങളിൽ ഒന്നാണ് കശ്യപ രാജാവ് അദ്ദേഹത്തിൻ്റെ അനിയനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് എന്നുള്ളത്. മറ്റൊന്നനുസരിച്ച് മുഖ്യ നിർമ്മാതാവ് ധാതുസേന രാജാവാണ്, അതായത് കശ്യപ രാജാവിൻ്റെ അച്ഛൻ. അദ്ദേഹം തുടങ്ങിവെച്ച പണി കശ്യപ രാജാവ് പൂർത്തീകരിച്ചു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. അതല്ലാതെ ഇതൊരിക്കലും രാവണൻ്റെ കൊട്ടാരമോ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്ന സ്ഥലമോ ഒന്നുമല്ല. കയറി വരുമ്പോൾ ഉള്ളതിനേക്കാൾ പേടി ഇറങ്ങുമ്പോഴായിരുന്നു. കാരണം ആ ഒരു ഹൈറ്റിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തല കറങ്ങുന്നതായിട്ടൊക്കെ തോന്നാം. അപ്പോൾ ഹൈറ്റൊക്കെ പേടിയുള്ളവർ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം പെട്ടെന്ന് അത്രയും ഹൈറ്റിൽ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തലയൊക്കെ കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നാം. അങ്ങനെ ഒരു കണക്കിന് എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പകുതി താഴേക്ക് ഇറങ്ങി. പകുതി ഇറങ്ങിയാൽ പേടിക്കണ്ട കേട്ടോ, ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നത് വരെ ഉള്ളൂ ആ ഒരു പേടി. അങ്ങനെ ഞങ്ങൾ പകുതി താഴെ ഇറങ്ങി. ഇത് മലയുടെ സൈഡാട്ടോ, മലയുടെ സൈഡിലേക്ക് കൂടെ നടക്കാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വഴിയിലേക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മതിലുണ്ട്, പാറയുടെ സൈഡിലായിട്ട് ഒരു മതിലുണ്ട്. ഈ മതിലിൻ്റെ കഥ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ഒരുപാട് ചുമർ ചിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു സൈഡ് പാറയും മറ്റൊരു സൈഡിലും മതിലുമാണ്. ഈ റൗണ്ടിൽ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള ചുമരിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കാരണം അവിടുന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു പുറത്തുണ്ടായിരുന്നൊരു ഫോട്ടോയുടെ ചിത്രങ്ങളാണത്. അപ്പോൾ അവിടെയുള്ള ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ആ രാജാവിൻ്റെ 500 ഭാര്യമാരുടെ ചിത്രങ്ങളാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇന്ന് 30-ൽ താഴെ ചിത്രങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പാറയിൽ വരച്ച ചിത്രങ്ങൾ അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ്. ഇതാണ് സിഗിരിയിലെ കണ്ണാടി മതിൽ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഈ മതിലിൻ്റെ മിനുസം കൊണ്ട് അതിനു മുന്നിലൂടെ രാജാവ് നടക്കുമ്പോൾ സ്വന്തം രൂപം മതിൽ പ്രതിഫലിച്ച് കാണുമായിരുന്നു. ഒരുതരം പിഞ്ഞാണ കളിമണ്ണ് കൊണ്ടാണ് ഈ ഒരു മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ടൈമിൽ കണ്ണാടി പോലെ അത്രയും തിളക്കമായിരുന്നു ഈ ഒരു മതിലിഞ്ഞ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജാവ് നടക്കുമ്പോൾ ഒരു സൈഡിൽ കണ്ണാടിയിൽ രാജാവിൻ്റെ രൂപവും മറ്റു സൈഡിൽ പാറയിൽ കൊത്തിവെച്ച 500 സുന്ദരിമാരുടെ രൂപവും രാജാവിന് കാണാമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് സന്ദർശിക്കാനെത്തിയ ഒരുപാട് പേർ ഈ ഒരു മതിൽ പല കുറിപ്പുകളും എഴുതി വച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും, പ്രേമവും ഹാസ്യവും ജീവിതാനുഭവങ്ങളും അവിടുത്തെ സുന്ദരികളെ പറ്റിയുള്ള കവിതകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചുമരിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ എഴുതുന്നത് മുഴുവനായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ കണ്ണാടി മതിലിൻ്റെയും അവിടുത്തെ രാജാവിൻ്റെയും ഒരുപാട് കഥകളൊക്കെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ കേട്ട് വീണ്ടും ഞങ്ങൾ താഴേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് വന്ന വഴിയിലെ കൂടെയല്ല നമ്മൾ തിരിച്ചു പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം. What is this? This is ebony, very rare wood in Sri Lanka now. You look at the heavy. The same ebony wood, sir. Royal ebony. Take it out in transport fishermen. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നതായിരുന്നു രാജാവിൻ്റെ മീറ്റിംഗ് പ്ലേസ്, അതായത് രാജ്യകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്തായിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മീറ്റിംഗ് കഴിഞ്ഞ് എന്തെങ്കിലും പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കുന്ന സ്ഥലമാണ് അതിൻ്റെ താഴെ കാണുന്നത്. ഈ ഒരു സ്ഥലവും നിങ്ങൾക്ക് കാണാം, ഒരു പാറയുടെ മുകളിൽ കൊത്തി വെച്ചുണ്ടാക്കിയതാണ്. മുന്നിൽ സ്റ്റെപ്പുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. So after meeting, yeah, and these caves also used by the monks, as I told you before, in 3rd century BC. I told you this was a Buddhist monastery. They used to live in the cave, and the second arch is there. I showed you arch number 1 when you came up that way. ഈ ഒരു ഗുഹയും നമ്മൾ നേരത്തെ കണ്ട ഗുഹയുമൊക്കെ പണ്ട് ബുദ്ധ സമൂഹം താമസിച്ച സ്ഥലമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുഹകൾ ഇവിടെയുണ്ട്. അവിടെയായിരുന്നു പണ്ട് ബുദ്ധ സമൂഹം താമസിച്ചിരുന്നത്.
എല്ലാം നമ്മൾക്ക് കാണാം ഇവിടെ മൊത്തം പാറകളാണ് ഉള്ളത്. നമ്മൾ കയറി വരുമ്പോഴും ഇതുപോലെയുള്ളൊരു ആർച്ച് കണ്ടില്ലേ, 2 പാറകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോഴും അതേപോലെ തന്നെ 2 പാറകൾ തമ്മിൽ കൂട്ടി വെച്ചിട്ടുള്ള ഒരു ആർച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുകൂടെയാണ് നമ്മൾക്ക് പുറത്തേക്ക് കടക്കേണ്ടത്. ഈ ഒരു പാറ നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾക്ക് എന്താ തോന്നുന്നത്, ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാറയുടെ പേര് എന്ന് പറയുന്നത് കോബ്ര കേവ് എന്നാണ്. അതായത് പത്തി വിടർത്തി നിൽക്കുന്ന ഒരു കോബ്രയുടെ ഒരു ഫേസാണ് ഇതിനുള്ളത്. ഇതും ബുദ്ധ സമൂഹം താമസിച്ച മറ്റൊരു ഗുഹയായിരുന്നു. കോബ്രയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും എന്താണ് തൊട്ട് മുന്നിലിരിക്കുന്ന ഒരു പാമ്പാട്ടി. Cobra big pythoness, snake show. കഴുത്തിൽ ഫോട്ടോ എടുക്കണം, ഫോട്ടോസ് ഒന്നും ചെയ്യരുത്. നാഗപ്പാമ്പ് കടിക്കുമോ, മലപ്പാമ്പ് കടിക്കാറ്. അങ്ങനെ സിഗിരിയയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴെ എത്തിയിട്ടോ. അപ്പോൾ ശ്രീലങ്കയിലെ സിഗിരിയയുടെ ലയൺ റോക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.